എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ 1 മണിക്കൂർ പോലും വേണ്ടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറി മീൽസാണ്. നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൽസാണ്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് കാണാം. ഞാൻ ആക്ച്വലി ഇത് 1 മാസം മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. കുഞ്ഞ് 2 ആഴ്ച ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ്ഡ് ആയിട്ട് ഒരാഴ്ച കൂടുതലായെങ്കിലും കുഞ്ഞിൻ്റെ ഡയറ്റ് ചേഞ്ചസിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഫ്രീക്വൻസിയിൽ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള മീൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടൈപ്പ് മീൻ 1/2 കിലോ വീതം എടുത്തിട്ടുണ്ട്. ഇതിന് പകരം 1 കിലോ മീൻ പകുതിയായിട്ട് എടുത്താലും മതിയാവും. ഇന്നിവിടെ കണ്ണാടി വറ്റയും റോക്ക് ഫിഷും ആണ് എടുത്തിരിക്കുന്നത്. റോക്ക് ഫിഷിൻ്റെ മലയാളം എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇത് കൂടാതെ നമുക്ക് ബീട്രൂട്ട് വേണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വറുക്കേണ്ട മീൻ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ റോക്ക് ഫിഷാണ് കഴുകിയെടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് 2ആയിട്ട് കഴുകി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. മസാല സെപ്പറേറ്റ് ആയിട്ട് കുഴയ്ക്കുമ്പോൾ ഓരോ മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അളവ് അറിയാത്തവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നേരത്തെ വെച്ചിട്ട് നമ്മൾ മസാല മുകളിൽ വിതറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മീനിന് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് വിതറി കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇന്ന് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് കുഴച്ചെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വറുക്കാനുള്ള മീൻ ഇതുപോലെ മസാല പുരട്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മീനിലേക്ക് മസാലയൊക്കെ നല്ല പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വറുക്കാനുള്ള മീൻ ആദ്യം മസാല പുരട്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മീൻ ഒന്ന് കഴുകിയെടുക്കാം. കണ്ണാടി വറ്റയാണിത്. 1/2 കിലോ കണ്ണാടി വറ്റ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം. കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് കഴുകി മാത്രം എടുത്താൽ മതി. നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന മീനാണ്. ഒരുപാട് പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണാടി വറ്റയും നല്ല കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ തന്നെ വേണം, യാതൊരു നിർബന്ധവുമില്ല. അയില ഉൾപ്പെടെ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയിട്ട തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചുരുക്കിയത് ചേർത്ത് കൊടുക്കാം. എൻ്റെ മിക്സിയുടെ ജാറ് നല്ല വലുതാണ്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടീസ്പൂൺ നിറഞ്ഞ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ചിലരൊക്കെ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരുപാടാകരുത്. ഇത് ഇത്രയും നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ മിക്സിയിൽ നിന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. നമുക്ക് ചട്ടിയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പച്ചമുളക് അരയ്ക്കാറില്ല, പകരം സ്ലിറ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ അരമുറി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് മാങ്ങ ഒരു 1/4 വേവ് ആവുന്നവിടെ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇപ്പോഴേ മീൻ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാങ്ങ വേകാതെ ഇരിക്കും. പെട്ടെന്ന് വേവുന്ന മീനാണ്. അതുകൊണ്ടാണ് ആദ്യം മാങ്ങയൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ഒരു 1/4 വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് മീൻ കുക്കാവുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ മാങ്ങയും മീനും ഒക്കെ വേവുന്ന സമയത്ത് നമുക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ബീട്രൂട്ടും 1 സവാളയുള്ളിയും എടുത്തിട്ടുണ്ട്. ഒരു പീലർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കനം കുറച്ച് നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സവാളയുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് 2-3 എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി വേണം. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ഒരു ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയുള്ളിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 എരിയുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഇളക്കേണ്ടതെന്ന് ആവശ്യമില്ല. പ്രത്യേകിച്ച് കാസ്റ്റ് അയണിലാണെന്നുണ്ടെങ്കിൽ അടി ചേർത്തൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട് മുകളിലൊന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ചുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളകിൻ്റെ പച്ചമണം മാറുന്നവരെ മാത്രം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഇതുവരെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ബീട്രൂട്ടിൻ്റെ കുത്തലൊന്നും ഇഷ്ടമില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
മെഴുക്കുവരട്ടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ മീൻ കറിയിൽ ഇനി ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് മീൻ വറുക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു സ്കില്ലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. മുകളിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ റോക്ക് ഫിഷ് ഇങ്ങനെ വറുത്ത് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്കിതിൻ്റെ മലയാളം പേര് അറിയില്ല. റോക്ക് ഫിഷ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ്. ഇങ്ങനെ ഫ്രഷ് ഹോമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല നെയ്യുള്ള മീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങയിട്ട് മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ റെസിപ്പീസ് ഇഷ്ടമാറുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പം നമുക്കിനി ഇതിലേക്ക് കടുക് വറുത്ത് തളിച്ചു കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവായും വറ്റൽമുളകും കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കറിയിലേക്ക് തളിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയിട്ട തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 3 കറികൾ കൂടാതെ ഞാൻ കുറച്ച് നാരങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാൾ വീഡിയോ ഇടാതിരുന്നപ്പോഴും നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത്രയും നമ്മൾ മെൻ്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു മോൻ ഹോസ്പിറ്റലിസ്റ്റ് ആയ സമയത്തൊക്കെ. ആ സമയത്തൊക്കെ നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള കമൻസ് കാണുന്നതൊക്കെ ഒരു ആശ്വാസമായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മോന് ഞാൻ കീറ്റോ ഡയറ്റായിരുന്നു. കീറ്റോ എന്ന് പറഞ്ഞാൽ സാധാരണ വെയിറ്റ് ലോസ് കീറ്റോ അല്ല, മെഡിക്കൽ കീറ്റോ ആണ്. കുറേ ഡിഫറെൻ്റ് ആണത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ലോ ഗ്ലൈസെമിക്കിലോട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതും സാധാരണ ലോ ഗ്ലൈസെമിക് അല്ല, ട്രീറ്റ്മെൻറ്റ് പരമായിട്ടുള്ള ലോ ഗ്ലൈസെമിക് ആണ്, ഡയബറ്റീസിൻ്റെ അല്ല. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ഡയറ്റിൽ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്ര വരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.